അപ്പൊ ഞാൻ മെഡിറ്റേഷനിലിരിക്കുമ്പോ കൂടാതെ തന്നെ എനിക്ക് വെറുതെ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കിടക്കുമ്പോ പോലും എന്നില് എനർജി കയറും. മെഡിറ്റേഷന്റെ ആവശ്യം ഇല്ല. ശരിക്കും സാറ് ദേവരാൻ സാറിനെ വിളിച്ചപ്പോ സാറ് പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനയുടെ ആവശ്യം വേണ്ട, നിങ്ങൾ മനസ്സൊന്ന് ശാന്തമാക്കിയാൽ മതി, നിങ്ങൾക്ക് എനർജി ലെവല് കയറും. നിങ്ങൾ അത്രയും അനുഗ്രഹിക്കപ്പെട്ട ജന്മമാണെന്ന് പറഞ്ഞു. ഒത്തിരിയും ജന്മങ്ങളിൽ കൂടെ കടന്നു വന്ന് അങ്ങനെയുള്ളൊരു ജന്മമാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷനോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ഇതുവരെ ചെയ്തോണ്ടിരുന്നത് അത് തുടർന്നാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അതെന്നു വെച്ചാൽ സാറ് ഓരോ സാറ് പ്രാണായാമം ഒക്കെ സാറ് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പൊ എനിക്കത് വേണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഇത് തന്നെ തുടരാൻ. മനസ്സിലായി. മെഡിറ്റേഷനിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? മെഡിറ്റേഷനിൽ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ എനർജി കയറും, ഭയങ്കര ഭാരമായിട്ട് എന്റെ സഹസ്രാരം മുതൽ ഈ മണിപൂരകം മുതൽ അങ്ങ് തുടങ്ങിയാല് എനർജി കയറി തുടങ്ങിയാല് അത് തലയുടെ ഇവിടം വരെ എനർജി കയറും. ആ എനർജി കയറി കഴിഞ്ഞ് കഴിയുമ്പോ ഞാനൊരു മരവിപ്പ് അവസ്ഥയിലേക്ക് ആയിപ്പോയി. ഒരു ദിവസം കിടന്നു മെഡിറ്റേഷൻ ചെയ്തിട്ട് മരച്ച് കഴിയുമ്പോ എനിക്ക് ബോധം പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ഇരിക്കുന്ന എവിടെയാണോ അവിടെ അങ്ങ് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ശവാസനത്തിൽ കിടക്കൂലേ, അതുപോലെ കിടക്കും. അതുപോലെ കിടക്കുമ്പോ നമുക്ക് ശരീരമില്ലാത്ത ഒരവസ്ഥ വന്നു. എനിക്ക് ശരീരം ഉണ്ടെന്ന് എനിക്ക് അനുഭവപ്പെടുന്നേയില്ല. അങ്ങനെ ഞാനത് ഇങ്ങനെ സൂക്ഷിച്ചതിന് ബോധമുണ്ട്, നമുക്ക് നമ്മുടെ ബോധം പോയിട്ടില്ല, നമ്മള് ശരീരമില്ലാത്ത അവസ്ഥ, ഒരു മരവിപ്പ് അവസ്ഥ. അപ്പൊ അങ്ങനെ ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ശരീരം ഇല്ലാതെ ഇരിക്കുമ്പോ നമുക്ക് ഇത് എന്താ പറ്റിയെന്ന് ആദ്യമായിട്ടുള്ള അനുഭവം എനിക്കത്. എന്താ പറ്റിയെന്ന് ഓർത്തോണ്ട് ഞാനിങ്ങനെ ഇതായി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ നാക്ക് അനക്കി നോക്കി, വായിൽ നാക്ക് അനക്കി നോക്കിയപ്പോ നാക്ക് അനങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് ജീവനുണ്ടല്ലോ, എന്റെ ശരീരം വിട്ട് എന്റെ ആത്മാവ് മാറി നിൽക്കുന്ന അവസ്ഥ എനിക്ക് ഉണ്ടായത്. അപ്പൊ അതെനിക്ക് അങ്ങ് ഭയങ്കര ഒരു ഇതായി പോയി. എന്നുവെച്ചാൽ എന്റെ തലയും കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ എനർജി കേറിപ്പോയി, ഒത്തിരി കേറിപ്പോയി. അപ്പൊ ഞാൻ ആ അവസ്ഥയിൽ അങ്ങനെ എനർജി കയറിപ്പോയതിന്റെ അർത്ഥം ആത്മാവ് പുറത്തു പോയി എന്നല്ല, അത് നിങ്ങൾ കണക്ട് ആയി, പ്രപഞ്ചമായിട്ട് കണക്ട് ആയി എന്നുള്ളതാണ് നിങ്ങളുടെ കോൺഷ്യസ്നസ്. പിണ്ടവും അണ്ടവും എന്ന് പറയത്തില്ലേ, ഇത് രണ്ടും കൂടെ കണക്ട് ആയി എന്ന് പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കിടന്ന് ഇങ്ങനെ മെഡിറ്റേഷനിൽ ഇങ്ങനെ കിടക്കുവാണല്ലോ. കിടന്നപ്പോ എനിക്ക് എന്റെ ബോധം മറിഞ്ഞു പോയിട്ട് ഞാനൊരു പുഴയിലാണ് നിൽക്കുന്നത്. ഒരു പുഴയിൽ നിൽക്കുവാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, വേറെ 2 പേരും കൂടെ എന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നേരം ഇതെല്ലാം ഈ പ്രാർത്ഥന പോലെ എല്ലാ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരില്ലേ. അങ്ങനെ ഒരു തിരുമേനിയുടെ മാതിരി ഒരാള് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അവരോടും കൂടെ പറയുവാണ്, നിങ്ങളുടെ തലയിൽ താമര ഇരിപ്പുണ്ട്, ആ താമര പോവരുത്, ചാടി പോകരുത്, നിങ്ങള് താമര പോകാതെ വെള്ളത്തിൽ മുങ്ങിപ്പോങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെള്ളത്തിലേക്ക് താമര പോകാതെ പിടിച്ചോണ്ട് ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങണത് മുങ്ങിയപ്പോഴത്തേക്കും ഞാൻ ബോധം തെളിഞ്ഞു. ഉറപ്പില്ല, എന്റെ മനസ്സിൽ ഇതാണ് തോന്നുന്നത്. ഈ താമര എന്ന് പറയുന്നത് നിങ്ങളുടെ സഹസ്രാരം, നിങ്ങൾ എൻലൈറ്റ്മെന്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. അതും തലയുടെ മേലിലുള്ള താമര എന്ന് പറയുന്നത്
അതാണ്. ഓ 1000 ഇതളുള്ള താമര വിരിയുന്നതാണ് നിങ്ങൾ കണ്ടത് വെള്ളത്തില്. ഓ പിന്നെ വെള്ളത്തിൽ മുങ്ങുക എന്ന് പറയുന്നത് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നിങ്ങൾ എൻലൈറ്റ്മെന്റ് ആയി, നിങ്ങൾക്ക് മുക്തിയായി എന്നുള്ള ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് അത് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അത്രയും ഹൈ ലെവലിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉണ്ടല്ലോ സാറേ, ഇനി ആർട്ട് ഓഫ് ലിവിങ്ങില് ശ്രീ രവിശങ്കർ ഗുരുജി ഇല്ലേ, ഗുരുജിയുടെ അടുത്ത് ഞങ്ങള് 5 വർഷക്കാലം അവിടെ ഇത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആശ്രമത്തിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആളാ. അപ്പൊ ഈ ഗുരുജി കേരളത്തിൽ വരുമ്പോ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ വെച്ചൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അന്ന് എന്റെ ഹസ്ബൻഡ് അതിന്റെ ഓർഗനൈസർ ആയിരുന്നു, മൂവാറ്റുപുഴ ഏരിയയുടെ. അപ്പൊ ഞാനും അതിന്റെ കൂട്ടത്തിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഗുരുജി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി പേര് ചുറ്റും കൂടി എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ആരോ ഗുരുജിയുടെ കയ്യിലൊരു താമര കൊടുത്തു. ആ താമര ഞാൻ ഏറ്റവും പുറകിൽ നിന്ന് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നു ഗുരുജി ആ താമര. അന്ന് എനിക്ക് ഒരുപാട് മീനിങ് ഉണ്ട്. താമര എന്ന് പറയുന്നത് എൻലൈറ്റ്മെന്റിന്റെ, പ്യൂരിറ്റിയുടെ, സ്പിരിച്വൽ എക്സ്റ്റസിയുടെ ഒക്കെ സിമ്പലാണ് താമര എന്ന് പറയുന്നത്. ഏറ്റവും പ്യൂർ ആണെന്നുള്ള എൻ്റെ പ്യൂരിറ്റി. പിന്നെ എൻലൈറ്റ്മെന്റിന്റെ ഇപ്പൊ ഞാൻ പോയിരുന്ന ആശ്രമത്തിലും, ശാന്തിഗിരി ആശ്രമത്തിലും അവിടത്തെ ഇതും സിമ്പലും താമരയാണ്. അവിടെയും താമര ഉള്ളത്. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ചിന്തിക്കും, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ എപ്പോഴും താമര ഇതുമായിട്ട് ബന്ധപ്പെട്ടു തന്നെയെന്ന് ഇങ്ങനെ ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആരോടും ചോദിക്കോ പറയോ ഒന്നും ചെയ്തിട്ടില്ല. താമരയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട് അല്ലെ, ഒരു സിംബോളിക്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ താമര തലയിൽ വെച്ച് മുങ്ങുക എന്നുള്ളത് അതൊരു കറക്റ്റ് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. നിങ്ങൾ പാവങ്ങളെ കഴുകി കളഞ്ഞു എൻലൈറ്റ്മെന്റ് ആയി, മുക്തിയായി എന്നുള്ളതിന്റെ ക്ലിയർ ഒരു ഇതാണ് അത് കാണിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ആ മെഡിറ്റേഷനിൽ കിടന്നപ്പോ നമ്മുടെ ഹാർട്ട് ചക്രയുടെ ആ ഭാഗത്തുനിന്ന് ഓം ഇങ്ങനെ ചാൻഡ് ചെയ്തിട്ടാണ് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായത്. അതിനുശേഷമാണ് എനിക്ക് ഈ താമര വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയതും ഒക്കെ അതിനുശേഷമാണ്. മുക്തിയായി, മുക്തി കിട്ടി. മുക്തിയുടെ ഒരു റെപ്രസെന്റേഷൻ ആണത്. ഇതെല്ലാം ഒരു യോഗിക് റെപ്രസെന്റേഷൻ ആണ് ഇതെല്ലാം. പക്ഷെ അത് നിങ്ങൾ അതുപോലെ ആ ഒരു ലൈഫ് തുടർന്നുകൊണ്ടും പോകണം. നല്ല ലൈഫ് പോകണം, പ്യൂർ ആയിട്ടുള്ള ഈ സാധനങ്ങൾ തുടർന്നുകൊണ്ട് പോവുക. വേറെ ഒന്നും ഒരിടത്തും പോകേണ്ട കാര്യമില്ല. ഒരു ഗുരുക്കന്മാരെ ഒന്നിനെയും കാണണ്ട. ഇത് തന്നെ തുടർന്നുകൊണ്ട് പോയാൽ മതി. ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്താന്ന് വെച്ചാൽ 5 വർഷക്കാലമായി ഞാൻ 2 വർഷം തുടർച്ചയായിട്ട് ലളിത സഹസ്രനാമം ജപിച്ചു. ഇപ്പോഴും ലളിത സഹസ്രനാമം ജപിക്കുന്നുണ്ട്. 3 വർഷം, ഇപ്പൊ 5ആയി. 3 വർഷം മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പൊ ഫുൾ ടോട്ടൽ 5 വർഷമായി. ഞാൻ എന്താ സാറേ, വേണ്ടതെല്ലാം കയ്യിലുണ്ട്, ഇനിയൊന്നും തേടി പോകണ്ട. ഇത് ദേവരാൻ സാറും പറഞ്ഞ എന്നോട് അങ്ങനെയാ, നിങ്ങളൊന്നും അന്വേഷിച്ചു പോകണ്ട, നിങ്ങൾക്കെല്ലാം കൃത്യസമയത്ത് വേണ്ടുന്നത് എവിടെയാന്ന് വെച്ചാൽ ആരായാലും കാണിച്ചു തരുന്നു. ശരിയാ സാറേ, സത്യം. ഞാൻ എവിടെ പോയാലും എനിക്ക് വേണ്ടുന്ന ആളെ എനിക്ക് കൂട്ടുവരെ ആരെങ്കിലും എവിടെന്നെങ്കിലും കിട്ടും. ഞാൻ തന്നെ ഒരിടത്തും പോകുന്നു, എനിക്ക് കൂട്ടായിട്ട് ഒരാളെ എവിടെന്നെങ്കിലും കാണിച്ചു തരുക. അവര് പറയാ നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോവുക. ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നാലും അവർക്ക് കൂട്ട് വേണമെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോകുക. അവിടെ ചെല്ലുമ്പോ അവർക്കുണ്ടാവില്ല അനുഭവങ്ങൾ, എനിക്കാ ഉണ്ടാകുന്ന അനുഭവം. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. പകല് ഞാൻ ഇതുപോലെ ഒരു ദിവസം കളക്ഷൻ ജോലി കഴിഞ്ഞ് വന്ന് കിടന്നു കഴിഞ്ഞപ്പോ ഇതുപോലെ തന്നെ പെട്ടെന്ന് എനിക്ക് മയക്കം വന്നു. പെട്ടെന്ന് മയക്കം വന്നു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്താ, ഒരു അമ്പലത്തിന് ചുറ്റും ഒരു ഒരു അന്തരീക്ഷം, ബ്രാഹ്മണരുടെ അമ്പലവും ബ്രാഹ്മണരുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു കിടക്കും. എനിക്ക് എന്റെ ഓർമ്മ പോയിട്ട് ഞാൻ വേറൊരു
സ്ഥലത്തേക്ക് പോവുകയാണ് എൻ്റെ മൈൻഡ്. അങ്ങനെയാണ് എനിക്ക് ഇതെല്ലാം ഞാൻ കാണുന്ന അങ്ങനെയാ. അപ്പൊ ഞാൻ അങ്ങനെ കിടന്ന് ഇത് കണ്ടോണ്ടിരിക്കുവാണ്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ഞാൻ ആളായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ എന്റെ ഈ രൂപങ്ങളൊന്നും അല്ല, നല്ല വെളുപ്പ് സുന്ദരിയായിട്ട് ഒത്തിരി മുടിയൊക്കെ ഉള്ള ഡാൻസ് ഒക്കെ അറിയാവുന്ന ഒരാള്. മുൻ ജന്മത്തിൽ ഞാൻ ഡാൻസുകാരിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഞാൻ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ വഴിപാടൊക്കെ കഴിച്ച് ഞാൻ തിരുമേനീനെ കണ്ടു കഴിഞ്ഞപ്പോ തിരുമേനി എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങള് അകത്തേക്ക് കയറി വാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ അകത്തേക്ക് കയറുക പറഞ്ഞാൽ നമ്മള് നാലമ്പലത്തിന്റെ അകത്ത് കയറില്ലല്ലോ ഒരിക്കലും. നാലമ്പലത്തിന്റെ അകത്ത് കയറിയിട്ട് ഈ പ്രതിഷ്ഠ വെക്കണതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ, നമ്മളെ കയറ്റില്ലല്ലോ. അപ്പൊ ഈ തിരുമേനി എന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം തരൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ എനിക്ക് അനുഗ്രഹം തന്നേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അമ്മയാ തന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതമ്മയുടെ കാര്യമായി പറയുന്നേ? അമ്പലത്തിലിരിക്കുന്ന ദേവിയല്ലേ, ദേവീന്നല്ലേ നമ്മൾ അഭിസംബോധന ചെയ്യണത്, ദേവീന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ അമ്മയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഭദ്രകാളി അമ്മ. അതിനെയാണ് ഭദ്രകാളി അമ്മ അനുഗ്രഹം തരും, നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ കേറി വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അകത്തേക്ക് കേറി വരില്ല, വിഗ്രഹത്തിന്റെ അടുത്തേക്ക് ഞാൻ കേറി വരില്ല, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങള് കൂടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ രണ്ടും കൽപ്പി, ഞാൻ തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ നമ്മളെ കാണിച്ചു തരില്ല, ഒരു കിളിവാതില് പോലെ ഒരു ചെറിയ ഡോറ, ചെറിയ നമ്മുടെ ഈ തല മാത്രം അകത്തേക്ക് കടത്താൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിൽക്കടെ എങ്ങനെ എനിക്ക് കയറാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ അകത്ത് കയറണ്ട, നിങ്ങള് തല ഇങ്ങ് കാണിച്ചേന്ന് പറഞ്ഞുകൊണ്ട് എന്റെ തല പിടിച്ച് ആ കിളിവാതില് പോലെയുള്ള അതിക്കടെ തല അകത്തേക്ക് എന്റെ പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോ ഈ ദേവിയുടെ വിഗ്രഹം ഇല്ലേ, അവിടെ നിന്ന് കൈ വന്ന് എന്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ എന്റെ തല ഇങ്ങോട്ട് അവര് പറഞ്ഞു, പുറത്തേക്ക് എടുത്തോ, അമ്മയുടെ അനുഗ്രഹം കിട്ടിയല്ലോ, ഈ തല എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടു. അപ്പൊ അന്നേരം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു നർത്തകിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഭയങ്കര ഡാൻസുകാരിയാ, ഭയങ്കര സുന്ദരി എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരി, തിരി മുടിയൊക്കെ ആയിട്ട് നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു ദേവിയുടെ രൂപം അതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പകല് കിടന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. പകല് ചെറിയ മയക്കത്തിലേക്ക് പോകുമ്പോ ഞാൻ മുൻ ജന്മങ്ങളിലൊക്കെ ഉള്ള എന്തൊക്കെയോ ഇതിലേക്ക് പോവുക ഞാൻ. അതാണ് ഞാൻ പകല് കണ്ട ഒരു അനുഭവം. ഈ നാഡീ ജ്യോതിഷം ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലങ്ങളില് നാഡീ ജ്യോതിഷം ഞാൻ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നാഡീ ജ്യോതിഷം നോക്കാൻ 2 സ്ഥലത്ത് പോയി. നാഡീ ജ്യോതിഷത്തിൽ അവിടെ ചെന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മുൻജന്മത്തിൽ നർത്തകിയായിരുന്നു. അത് ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. ഐഡിയ ഉണ്ടോ? എവിടെയാന്ന് വെച്ചാൽ ഞാൻ ചെന്നൈയിലാണ്, ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ബ്രാഹ്മണ സ്ത്രീ ആയിട്ടാണ് ഞാൻ ജനിച്ചത് അവിടെ. അപ്പൊ എനിക്കൊരു ഭർത്താവും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ആ എനിക്ക് ഡാൻസിന്റെ ഭ്രമം കയറിയിട്ട് ഭർത്താവിനെയും കുട്ടീനെയും ഉപേക്ഷിച്ച് ഞാൻ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോയി. ഉപരിപഠനത്തിന് ഡാൻസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ എൻ്റെ ഭർത്താവിനെ കുട്ടിയെ ഉപേക്ഷിച്ച് ഞാൻ പോയി ഡാൻസ് പഠിച്ച് വലിയ നർത്തകിയായി പേര് കേട്ട് ഒരാളായി. പക്ഷെ എനിക്ക് ഈ മെഡിറ്റേഷൻ അനുഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ അറിയാനില്ലാത്ത ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ തിരുവാതിര കളിക്കണ്ട്, തിരുവാതിര പഠിക്കണ്ട്. 2 സ്റ്റേജ് തിരുവാതിര കളിച്ചു കഴിഞ്ഞു. ഞങ്ങളൊരു 6-7 പേര് കളിച്ച് നട്ടാണ് ഇട്ടുതരാം. പിന്നെ ഞാൻ ഗുരുവായൂർ ഇപ്പൊ കളിക്കാൻ പോകാനായിട്ട് അടുത്ത തിരുവാതിര പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ എനിക്ക് ഇതിനു മുമ്പ് ഒരാളും വന്നായിരുന്നു പോഡ്കാസ്റ്റില്.
അവര് ഇതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ നർത്തകിയായിരുന്നു. അവര് ഈ 65 വയസ്സിന് കഴിഞ്ഞിട്ട് അവര് അഭ്യസിച്ച് നൃത്തം ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 53 വയസ്സ് കഴിഞ്ഞ് 54-ാമത്തെ വയസ്സാ. ഇപ്പോഴാണ് ഞാൻ ഡാൻസ് പഠിക്കണം, ഡാൻസ് കളിക്കണം. ഇപ്പൊ എനിക്ക് ആ പണ്ടത്തെ ഒരു ചിന്തയാണെന്ന് വെച്ചാൽ, എന്നോട് അമ്മ, ഞാൻ ഭദ്രകാളി അമ്മേനെയാണല്ലോ ഭജിക്കണ ആള്. അമ്മ വന്നിട്ട് എന്നോട് രാത്രി ഉറക്കത്തില് എന്റെ അടുത്ത് വന്നിട്ട് പറയും, സുന്ദരിയായിട്ട് നടക്കണം, ആഭരണങ്ങളൊക്കെ ഇടണം, നല്ല കളറുള്ള ഡ്രസ്സുകൾ ഇടണം, അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരും. ഇപ്പൊ എന്റെ ജീവിതം അങ്ങനെയാ. ഇപ്പൊ എനിക്ക് അങ്ങനെ നടക്കാനാ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, നീ ബിന്ദു, നീ നേരത്തെ ആളല്ലല്ലോ, നീ ആകെ ആള് മാറിപ്പോയി എന്ന് പറയുന്നോട്. അപ്പൊ അത് എന്നോട്, പക്ഷെ എനിക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ. എന്നോട് ഇങ്ങനെ പറയണത് അമ്മയാണ്. എന്നോട് പറഞ്ഞു തന്നെ, നീ സുന്ദരിയായിട്ട് നടക്കണോട്ടോ, നീ എല്ലാരെയും ആകർഷിക്കുന്ന രീതിയിൽ സുന്ദരിയായിട്ട് നീ വരും, നീ അതുപോലെ നടക്കണം, അതുപോലെ ജീവിക്കണം. ഇത്ര കാലം നീ വിഷമിച്ചില്ലേ, ജീവിച്ചില്ലേ, ഇനി നീ സന്തോഷമായിട്ട് ജീവിക്കണോട്ടോ എന്ന് എപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേവീനെ ദർശനം കിട്ടും. എനിക്ക് രാത്രി കിടന്നുറങ്ങും. ഈ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവിന്റെ പേരോ അങ്ങനെ വല്ലതും അറിയോ? പേരൊന്നും എനിക്ക് കിട്ടുന്നില്ല. അറിയില്ല. ഏത് സ്ഥലമാ? ചെന്നൈ തന്നെയാണോ? പ്രോപ്പർ ചെന്നൈ ആണോ? തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ബ്രാഹ്മിൺസാ. കാരണം എന്റെ ഒരു ഇത്, ഞാനും ഇതുപോലെ നാഡീജ്യോതിഷം പോയപ്പോ എന്റെ ഒരു ജന്മം ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ബ്രാഹ്മൺ കുടുംബത്തിലെ അംഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട് പറയുന്നതാണോ അത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എനിക്ക് അനുഭവം ഉണ്ട്. അതിന് വെച്ചാൽ ഞാൻ നോൺ വെജ് എല്ലാം കഴിച്ചോണ്ടിരുന്ന ആളായിരുന്നു. ഇതിലേക്ക് ഇപ്പൊ ഈ ഒരു 5 വർഷമായിട്ട് എനിക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല, പറ്റുന്നില്ല, വേണ്ട എനിക്ക്. അതിന്റെ മണം അടിക്കുമ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ എനിക്കിതൊക്കെ ഇങ്ങനെ പല ഇത് വന്നതുകൊണ്ട് ജ്യോതിഷം നോക്കാൻ പോയത്. അപ്പൊ ഞാൻ ഒരു ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് അതിനോട് വെറുപ്പ് തോന്നുന്നത്. അതെനിക്ക് മനസ്സിലായി. അവിടെ പോയി ക്ലെൻസ് ചെയ്ത് തന്നെല്ലാം നിങ്ങൾ കഴിച്ചതിന്റെ എല്ലാം ആണ് ഈ ക്ലെൻസ് ചെയ്ത് തന്നത്. അത് തന്നെ. കഴിച്ചില്ലേ? പിന്നെ അത് തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ശരീരം മുഴുവനും മുഖം ഒഴികെ ബാക്കി ഫുള്ള് സ്കിൻ പ്രോബ്ലം വന്നായിരുന്നു എനിക്ക്. അത് പറ്റില്ല. അത് നിങ്ങൾ കഴിച്ചതിന്റെ ചെറുപ്പത്തില് കഴിച്ചതിന്റെ എല്ലാം ഇതായിട്ട് വന്നതാ. സ്ലഡ്ജ് വേസ്റ്റ് ആയിട്ട് വന്നു. അതിപ്പോ പുറം തള്ളി എല്ലാം പോയി. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എന്റെ നല്ല കളറുണ്ട്. ഇപ്പൊ ഇതിപ്പോ ഈ ലൈറ്റിലല്ലേ, അല്ലാതെ നോക്കുമ്പോ നല്ല പണ്ടത്തെ ഞാൻ നേരത്തെ ഉള്ള ആളല്ല. ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. കുറച്ചു കാലത്തേക്ക് എന്റെ മൈൻഡ് വരെ വേറെ ആയിരുന്നു. അതിന് എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇപ്പൊ ഉള്ളതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇപ്പൊ ഞാൻ മാറി വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ അങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്താ അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ആരോട് ചോദിച്ചാലും എനിക്ക് അപ്പടി സംശയങ്ങളാ. അപ്പൊ ഞാൻ ദേവരാജൻ സാറിനോട് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവും, അതിലൊന്നും ചിന്തിക്കണ്ട, ആരോടും ഒത്തിരി സംസാരിക്കാനും പോവണ്ട, നമ്മുടെ ദൗത്യം എന്തോ അത് നമ്മൾ 100% മുന്നോട്ട് പോയാൽ മതി. ആരോടും ഇങ്ങനെ ഉണ്ടായ അനുഭവങ്ങളോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് ഇന്നാലെ എനർജി കയറിയെന്നോ ഒന്നും പറയണ്ടാട്ടോ എന്ന് പറഞ്ഞു. ഒരു സംഗതിയും പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന എന്താ, നമ്മുടെ സമൂഹം പറയുന്ന അവർക്ക് ഭ്രാന്ത എന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അതൊന്നും ആരോടും പറയാതെ നടന്ന് ഇപ്പൊ പഴയ രീതിയിൽ നിന്നെല്ലാം മാറി ഇപ്പൊ വേറൊരു വ്യക്തിത്വമായി ഞാൻ.